പിന്നെ എല്ലാ എക്കോ സിസ്റ്റം വെച്ച് നോക്കുമ്പോൾ എയിംസിനെ ലൊക്കേറ്റ് ചെയ്യാൻ പറ്റുന്ന സ്ഥലം ട്രിവാൻഡ്രമാണ്. ഈ എയിംസിന്റെ കാര്യത്തിലോട്ട് വരുമ്പം രാഷ്ട്രീയ ചിന്താഗതി കയറി വരും. നമ്മൾ എല്ലാവർക്കും കിട്ടിയിട്ടുണ്ടല്ലോ. ഇപ്പോൾ IIM കോഴിക്കോട് കിട്ടിയില്ലേ? ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മാനേജ്മെന്റ് കോഴിക്കോട്ടുണ്ടല്ലോ. NIT കോഴിക്കോട്ടില്ലേ? IIT പാലക്കാട് വന്നിട്ടില്ലേ? നമ്മളൊന്നിന് എല്ലാം ഇവിടെ തിരുവനന്തപുരത്ത് ഞങ്ങൾ പറയുന്നു. കേരളത്തിന്റെ വളരെ നിരന്തരമായ ഒരു ആവശ്യമായിരുന്നു എയിംസ് വളരെ കാലം കൊണ്ട് കേരളം ആവശ്യപ്പെടുന്ന ഒരു വിഷയമാണ്. യഥാർത്ഥത്തിൽ അതിലെന്ത് സംഭവിച്ചു ആ വിഷയത്തിൽ? ഇതൊക്കെ രാഷ്ട്രീയത്തിൻ്റെ അകത്ത് മുങ്ങിപ്പോയി. ഇത് എല്ലാവരും നമ്മൾ ആദ്യം മനസ്സിലാക്കേണ്ടത് എയിംസ് എന്ന് പറഞ്ഞാൽ ഓൾ ഇന്ത്യ ഇൻസ്റ്റിറ്റ്യൂട്ട് മെഡിക്കൽ, നമുക്ക് ഇവിടെ ഒരു റിസർച്ച് സെന്ററാണ്. നമുക്ക് റിസർച്ച് ക്ലസ്റ്റർ ഉണ്ട് ട്രിവാൻഡ്രത്ത്. രാജീവ് ഗാന്ധി ബയോടെക്നോളജി സെന്റർ, സി ചിത്ര മെഡിക്കൽ സെന്റർ, നമ്മളെ ഐസർ എല്ലാം എവറിത്തിങ്, നമ്മൾ പാപ്പനംകോടുള്ള റീജിയണൽ റിസർച്ച് സെന്റർ എല്ലാം ഉണ്ട്. അപ്പോൾ നമുക്ക് അതിൻ്റെ എല്ലാ എക്കോ സിസ്റ്റം വെച്ച് നോക്കുമ്പം നമ്മൾ തിരുവനന്തപുരത്താണ് ഇത് അനുയോജ്യമായിട്ടുള്ള സ്ഥലം. പിന്നെ രണ്ടാമത്തെ കാര്യം, ഇത് നമ്മൾ ഈ എയിംസ് നമ്മൾ എസ്റ്റാബ്ലിഷ് ചെയ്യുമ്പോൾ നമുക്ക് രണ്ട് സംസ്ഥാനത്തെ സർവീസ് ചെയ്യാൻ പറ്റും. തൊട്ടടുത്ത് തമിഴ്നാടുണ്ട്, ഇപ്പോഴത്തെ കേരളമുണ്ട്. പിന്നെ എല്ലാ എക്കോ സിസ്റ്റം വെച്ച് നോക്കുമ്പം എയിംസിനെ ലൊക്കേറ്റ് ചെയ്യാൻ പറ്റുന്ന സ്ഥലം ട്രിവാൻഡ്രമാണ്. ഇത് രാഷ്ട്രീയം വെച്ച് ചിന്തിക്കാതിരിക്കുക. ഇത് വന്നിട്ട് നമ്മൾ കോഴിക്കോട് വേണോ, പാലക്കാട് വേണോ, അല്ലെങ്കിൽ ആലപ്പുഴ വേണോ എന്നുള്ളതിനകത്ത് ലോജിക്കൊന്നുമില്ല. കാര്യം നമ്മൾ ഒരു ഇൻസ്റ്റിറ്റ്യൂട്ട് വരുമ്പം അത് ഓൾ ഇന്ത്യ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസസ് വരുമ്പോൾ അതിന് വേണ്ടിയുള്ള അവർക്ക് വേണ്ടി പ്രവർത്തിക്കാൻ പറ്റുന്ന ഭൂമി വേണം, അതിന് വേണ്ടിയുള്ള ഇൻഫ്രാസ്ട്രക്ചർ വേണം, അതിന് വേണ്ടിയുള്ള സപ്പോർട്ടിങ് സർവീസസ് വേണം. അത് ഇവിടെയുള്ളൂ. സ്റ്റേറ്റ് ഗവൺമെന്റ് ഭാഗത്ത് ഈ എയിംസിന്റെ കാര്യത്തിലോട്ട് വരുമ്പം രാഷ്ട്രീയ ചിന്താഗതി കയറി വരും. അപ്പോൾ എന്ത് പറ്റുന്നു? അപ്പോൾ ഇത് കോഴിക്കോട് ഇരിക്കട്ടെ, അല്ലെങ്കിൽ അവിടെ ഇരിക്കട്ടെ. അങ്ങനെയല്ല, നമ്മളിത് എവിടെ വന്നാൽ ഇതിന് പ്രയോജനം ചെയ്യും, അതിനാണ് നമ്മൾ നോക്കുന്നത്. നമ്മളിപ്പോൾ ഓരോന്നും തിരുവനന്തപുരത്ത് വേണോ ഞാൻ പറയുന്നില്ല, എല്ലാം തിരുവനന്തപുരത്ത് വേണം. ഇപ്പോൾ IIM കോഴിക്കോട് കിട്ടിയില്ലേ? ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മാനേജ്മെന്റ് കോഴിക്കോട്ടുണ്ടല്ലോ. NIT കോഴിക്കോട്ടില്ലേ? IIT പാലക്കാട് വന്നിട്ടില്ലേ? നമ്മളൊന്നിന് എല്ലാം ഇവിടെ തിരുവനന്തപുരത്ത് വേണം ഞങ്ങൾ പറയുന്നില്ല. തിരുവനന്തപുരത്ത് തന്നെ ഇപ്പോൾ ശ്രീ ചിത്ര മെഡിക്കൽ സെന്റർ, റീജിയണൽ ക്യാൻസർ സെന്റർ, RCC, ഇവർക്ക് കൂടുതൽ ഊന്നൽ കൊടുക്കുക. ഇന്ന് ഇന്ത്യയിൽ ഏറ്റവും ടോപ്പ് ആയിട്ടുള്ള ഒരു റിസർച്ച് സെന്ററാണ് ശ്രീ ചിത്ര മെഡിക്കൽ സെന്റർ, മനസ്സിലായി? പിന്നെ കിടക്കുന്ന RCC, ഇവർക്കൊക്കെ ഉള്ള ഇനിയും വികസിക്കാനുള്ള ഭൂമി കൊടുക്കുക. ഇപ്പം RCCക്ക് കൊടുത്തിരിക്കുന്ന ഭൂമി ആക്കുളം ഭാഗത്ത് പുള്ളിനാൾക്കോട്ടെ 11-12 ഏക്കർ കൊടുത്തിട്ടുണ്ട്. സർക്കാർ അടിയന്തരമായിട്ട് ഏറ്റുകൊടുത്ത് ഏറ്റവും സെന്റർ ഓഫ് എക്സലൻസ് ആയിട്ടുള്ള RCC ആയിട്ട് കൺവേർട്ട് ചെയ്യും. അതുപോലെ ശ്രീ ചിത്ര മെഡിക്കൽ സെന്റർ, ഇപ്പൊ ക്രിസ് കോവാലിഷനാണ് അതിന്റെ പ്രസിഡന്റ്. അദ്ദേഹം പറയുന്നത് അവിടെ സ്പേസ് ഇല്ല, അവർക്ക് വികസിക്കാൻ സ്പേസ് ഇല്ല. ഞങ്ങളുടെ ഭാഗത്ത് ഞങ്ങളൊരു സജഷൻ കൊടുത്തത്, നമ്മുടെ മുടവുമൂൽ കൊട്ടാരമുണ്ട്, അവിടെയാണ് ശ്രീ ചിത്രയുടെ ഇൻസ്റ്റിറ്റ്യൂട്ട് കിടക്കുന്നത്. അത് 10, 25, 30 ഏക്കറുണ്ട്. അതിൻ്റെ അകത്ത് വികസിക്കാമല്ലോ, അവിടെ കൊണ്ടുപോയി നിങ്ങൾക്ക് ഇൻസ്റ്റിറ്റ്യൂട്ട് ഇടാമല്ലോ. അപ്പോൾ അവിടെ അവർ ഉടനെ കുറച്ച് പേര് പറയുന്നു അത് അവിടെ ഒരു കൊട്ടാരമുണ്ട്, ഹെറിറ്റേജ് ആണ്. വേറെ കുറച്ച് ആൾക്കാർ പറയുന്നു അവിടെ മരങ്ങളുണ്ട്, മുറിക്കാം. ഇതിനൊക്കെ സൊല്യൂഷൻസ് ഇല്ലേ?